കഴിഞ്ഞ ഏതാനും ദിവസങ്ങളെപ്പോലെ തന്നെയാണ് ഇന്നത്തെയും അവസ്ഥ. കോവിഡ് ബാധ സ്ഥിരീകരിക്കുന്നവർ 400 കൂടുകയാണ്. ഇന്നത്തെ നമ്പർ 488 ആണ്. 143 പേരാണ് രോഗമുക്തി നേടിയത്. അതോടൊപ്പം ഇന്ന് 2 പേർ കോവിഡ് കാരണം മരണമടഞ്ഞു. തിരുവനന്തപുരത്ത് 66 വയസ്സുള്ള സൈഫുദ്ദീൻ, എറണാകുളത്ത് 79 വയസ്സുള്ള PK ബാലകൃഷ്ണൻ. ഈ 2 പേരുടെയും വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഇന്ന് രോഗം ബാധിച്ചവരിൽ 167 പേർ വിദേശത്ത് നിന്ന് വന്നവരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 76 പേരാണ്. സമ്പർക്കം മൂലം 234 പേർ. ഹെൽത്ത് വർക്കർമാർ 2, ITBP 2, BSF 2, DSC 4. ഇന്ന് ഫലം നെഗറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്കെടുത്താൽ തിരുവനന്തപുരം 6, കൊല്ലം 26, പത്തനംതിട്ട 43, ആലപ്പുഴ 11, കോട്ടയം 6, ഇടുക്കി 4, എറണാകുളം 3, തൃശ്ശൂർ 17, പാലക്കാട് 7, മലപ്പുറം 15, കോഴിക്കോട് 4, കണ്ണൂർ 1. കഴിഞ്ഞ 24 മണിക്കൂറിനകം 12,104 സാമ്പിളുകൾ പരിശോധിച്ചു. 1,82,50 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 3,694 പേർ ആശുപത്രികളിൽ. ഇന്ന് മാത്രം 570 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ ആകെ 2,33,809 സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി അയച്ചത്. ഇതിൽ 6,449 സാമ്പിളുകളുടെ പരിശോധനാ ഫലം വരാനുണ്ട്. ഇതുകൂടാതെ സെന്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ ഗ്രൂപ്പുകളിൽ നിന്ന് 73,768 സാമ്പിളുകൾ ശേഖരിച്ചു. അതിൽ 66,636 സാമ്പിളുകൾ നെഗറ്റീവായി. സംസ്ഥാനത്തെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 195. പുതുതായി 16 ഹോട്ട്സ്പോട്ടുകളാണ് നിലവിൽ വന്നത്. ഇന്ന് ലഭിക്കുന്ന കണക്കുകൾ സംസ്ഥാനത്താകെ രോഗവ്യാപനം വർദ്ധിക്കുന്നതിൻ്റെ സൂചനയാണ്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ 69 പേർക്കാണ് ഇന്ന് രോഗബാധയുണ്ടായത്. അതിൽ 46 പേർക്ക് സമ്പർക്കം വഴിയാണ്. അതിനു പുറമെ എവിടെ നിന്ന് ബാധിച്ചു എന്നറിയാത്ത 11 കേസുകളുണ്ട്. ജില്ലയിലെ കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ, ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ, ബഫർ സോണുകൾ ഇവിടങ്ങളിൽ നിരീക്ഷണവും
പ്രതിരോധ പ്രവർത്തനങ്ങളും ശക്തമായി തുടരുകയാണ്. ജില്ലയിലെ 9 തദ്ദേശഭരണ സ്ഥാപനങ്ങളിലായി 45 വാർഡുകളാണ് ഇതുവരെ കണ്ടെയ്ൻമെൻറ്റ് സോണിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇവിടങ്ങളിൽ സാമൂഹിക അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി നോട്ടീസ് വിതരണം, മൈക്ക് അനൗൺസ്മെൻറ്റ്, സോഷ്യൽ മീഡിയ പ്രചരണം, മാധ്യമങ്ങളിലൂടെ അറിയിപ്പുകൾ ഇവയെല്ലാം നടത്തുന്നുണ്ട്. കണ്ടെയ്ൻമെൻറ്റ് പ്രദേശങ്ങളിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി റവന്യൂ, പോലീസ്, ആരോഗ്യ ഉദ്യോഗസ്ഥരെ ഉൾക്കൊള്ളിച്ച് ക്വിക്ക് റെസ്പോൺസ് ടീം രൂപീകരിച്ചു. ഈ സംഘം 24 മണിക്കൂറും പ്രവർത്തിക്കും. ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെൻറ്റ് സോണിലേക്കുള്ള ചരക്ക് വാഹന നീക്കം, വെള്ളം, വൈദ്യുതി തുടങ്ങി എല്ലാ പ്രവർത്തനങ്ങളും സംഘം നിരീക്ഷിക്കും. പോലീസ്, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സംഘത്തിനോടൊപ്പമുണ്ടാകും. ഇന്നലെ വരെ ഉള്ള ജില്ലയിലെ കണക്കനുസരിച്ച് 18,828 പേർ വീടുകളിലും 1,901 പേർ വിവിധ സ്ഥാപനങ്ങളിലും കരുതൽ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. ഇതുവരെ പൂന്തുറയിൽ 1366 ആൻറ്റിജൻ പരിശോധന നടത്തി. അതിൽ 262 പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. പരിശോധന തുടരുകയാണ്. 150 കിടക്കകളുള്ള ഒരു ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ അടിയന്തര പ്രാധാന്യത്തോടെ അവിടെ സജ്ജമാക്കും. 2 മൊബൈൽ മെഡിസിൻ ഡിസ്പെൻസറി യൂണിറ്റ് സജ്ജമാക്കിയിട്ടുണ്ട്. കൺട്രോൾ റൂമും ഹെൽപ്പ് ഡെസ്കും മുഴുവൻ സമയവും പ്രവർത്തിക്കുന്നു. മാണിക്യവിളാകം, പൂന്തുറ, പുത്തമ്പള്ളി വാർഡുകളിൽ രോഗവ്യാപന തോതിൽ വർധനവുണ്ടായ സാഹചര്യത്തിലാണ് അവിടെ കൂടുതൽ കർക്കശമായ നിലപാടിലേക്ക് നീങ്ങേണ്ടി വന്നത്. അത് ജനങ്ങൾക്കുണ്ടാക്കുന്ന പ്രയാസം കണക്കിലെടുത്താണ് ഇവിടങ്ങളിലെ ഓരോ കുടുംബത്തിനും 5 കിലോ അരി വീതം വിതരണം നടത്താൻ നടപടികൾ സ്വീകരിച്ചത്. ഈ 3 വാർഡുകളിലുമായി ആകെ 8,110 കാർഡ് ഉടമകളാണുള്ളത്. അവിടെ നിത്യോപയോഗ സാധനങ്ങൾ എത്തിക്കുന്നതിനുള്ള അധിക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് ആലപ്പുഴ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പുതിയ രോഗികൾ വന്നിട്ടുള്ളത്. 87 പേർ. ഈ 87-ൽ 51 പേർക്ക് രോഗം ബാധിച്ചത് സമ്പർക്കത്തിലൂടെയാണ്. താമരക്കുളം പഞ്ചായത്തിലെ ITBP ക്യാമ്പ്, കായംകുളം മാർക്കറ്റ് ഇവ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ രോഗവ്യാപന സാധ്യത റിപ്പോർട്ട് ചെയ്തത്. ചെല്ലാന ഹാർബറിൽ മത്സ്യബന്ധനത്തിന് പോയ ജില്ലയിലെ 2 മത്സ്യത്തൊഴിലാളികൾക്കും ഇതിലൊരു മത്സ്യത്തൊഴിലാളിയുടെ കുടുംബാംഗങ്ങൾക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. താമരക്കുളം, നൂറനാട് മേഖലകളിലും കായംകുളത്തും തീരദേശ മേഖലയിലും കൂടുതൽ ജാഗ്രതയും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി.
നോർനാട് ഐ ടി ബി പി ഉദ്യോഗസ്ഥർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ബാരക്കിലെ മുഴുവൻ ഉദ്യോഗസ്ഥർക്കും വ്യക്തിഗത ക്വാറന്റൈൻ ഉറപ്പാക്കും. നോർനാട് ഐ ടി ബി പി ക്യാമ്പിന് പുറത്ത് വീടുകളിൽ കുടുംബമായി താമസിക്കുന്ന ഐ ടി ബി പി ഉദ്യോഗസ്ഥരെയും കുടുംബാംഗങ്ങളെയും ക്വാറന്റൈനിൽ ആക്കിയിട്ടുണ്ട്. തീരദേശത്തെ രോഗവ്യാപനം തടയുന്നതിനുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുമുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യ പ്രവർത്തകരെ സഹായിക്കാൻ വിവിധ വകുപ്പുകളിലെ ജീവനക്കാരെ കമ്മ്യൂണിറ്റി സെൻ്ററുകളിൽ നിയോഗിച്ചു. കൂടുതൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ തയ്യാറാക്കുന്നു. പത്തനംതിട്ട ജില്ലയിൽ പുതുതായി രോഗം ബാധിച്ചവരുടെ എണ്ണം 54. അതിൽ 25 സമ്പർക്കം വഴിയാണ്. പത്തനംതിട്ട മുനിസിപ്പാലിറ്റി കണ്ടെയ്ൻമെൻറ്റ് സോണിൽ നടത്തിയ റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റിലൂടെ ജൂലൈ 10 4 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇവർ മുൻപ് രോഗം സ്ഥിരീകരിച്ചവരുമായി സമ്പർക്കമുള്ളവരാണ്. മലപ്പുറം ജില്ലയിൽ 51 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 27 സമ്പർക്കം മൂലമാണ്. മലപ്പുറത്തിപ്പോൾ 4 ക്ലസ്റ്ററുകളാണുള്ളത്. സമ്പർക്കത്തിലൂടെ പല മേഖലകളിലും രോഗവ്യാപനം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മലപ്പുറം ജില്ല അതീവ ജാഗ്രതയിലാണ്. പൊന്നാനി താലൂക്ക് മേഖലയിലെ ഡോക്ടർമാർ, ആശുപത്രി ജീവനക്കാർ, മുനിസിപ്പൽ കൗൺസിലർ, വിവിധ ഓഫീസുകളിലെ ജീവനക്കാർ, ഇങ്ങനെ 25ലധികം വ്യക്തികൾക്ക് ഉറവിടം വ്യക്തമാകാതെ സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് പ്രദേശത്ത് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയത്. 7266 ആൻറ്റിജൻ ടെസ്റ്റ് പൊന്നാനിയിൽ നടത്തി. അതിൽ 89 പോസിറ്റീവ് കേസുകളാണ് കണ്ടെത്തിയത്. പൊന്നാനിയിൽ സ്ഥിതിഗതികളുടെ പശ്ചാത്തലത്തിൽ നഗരസഭാ പരിധിയിൽ ഞായറാഴ്ച സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആക്കി. മെഡിക്കൽ ആവശ്യങ്ങൾക്കും മറ്റ് അത്യാവശ്യ കാര്യങ്ങൾക്കുമല്ലാതെ ആളുകൾ പുറത്തിറങ്ങാൻ പാടില്ല. അവശ്യ വസ്തുക്കൾ വാങ്ങുന്നതുൾപ്പെടെയുള്ള അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തിറങ്ങുന്ന ആളുകൾ നിർബന്ധമായും റേഷൻ കാർഡ് കൈവശം വെക്കണമെന്ന നിയന്ത്രണവും നടപ്പാക്കിയിട്ടുണ്ട്. പാലക്കാട് രോഗം സ്ഥിരീകരിച്ചത്, ഇന്ന് പുതുതായി സ്ഥിരീകരിച്ചത് 48 പേർക്കാണ്. ജില്ലാ ആശുപത്രി കോവിഡ് ആശുപത്രിയായി പ്രവർത്തിക്കുകയാണ്. അതിനു പുറമെ പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജും മാങ്ങോട് കേരള മെഡിക്കൽ കോളേജും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളായി പ്രവർത്തിക്കുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി ഒറ്റപ്പാലം, മണ്ണാർക്കാട് ഈ താലൂക്ക് ആശുപത്രികൾ, ഇവിടങ്ങളിൽ ഐസൊലേഷൻ വാർഡുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. കഞ്ചിക്കോട് കിൻഫ്രയിൽ 1000 ബെഡ് സൗകര്യത്തോടെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്റർ ഒരുക്കുന്നുണ്ട്. അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന അട്ടപ്പാടിയിലെ പുതൂർ, ഷോളയൂർ, അഗളി പഞ്ചായത്തുകളിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ
കൂടുതൽ ശക്തമാക്കി. എറണാകുളം ജില്ലയിൽ 47 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 30 പേര് സമ്പർക്കം മൂലമാണ്. 5 പേരുടെ ഉറവിടം വ്യക്തമായിട്ടുമില്ല. ജില്ലയിൽ 45 കണ്ടെയ്ൻമെൻറ്റ് സോണുകളാണ് നിലവിലുള്ളത്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട സ്ത്രീക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെയാണ് ചെല്ലാനം മേഖലയിൽ പരിശോധന ശക്തമാക്കിയത്. ഇവരുടെ കോൺടാക്റ്റ് ട്രേസിംഗ് ആരംഭിക്കുകയും 123 പ്രൈമറി കോൺടാക്റ്റുകളും 243 സെക്കൻഡറി കോൺടാക്റ്റുകളും കണ്ടെത്തുകയും ചെയ്തു. എല്ലാ പ്രൈമറി കോൺടാക്റ്റുകളിലും ടെസ്റ്റ് നടത്തി. 13 പോസിറ്റീവ് കേസുകൾ ഈ ദിവസത്തിനുള്ളിൽ കണ്ടെത്താനായി. അതോടൊപ്പം സർവൈലൻസ് ശക്തമാക്കി. ജൂലൈ 9, 10 തീയതികളിലായി ഫീൽഡ് ടീം ആ പ്രദേശം സന്ദർശിക്കുകയും രോഗലക്ഷണങ്ങളുള്ള 161 പേരെ കണ്ടെത്തുകയും ചെയ്തു. ആലുവ മാർക്കറ്റിനോട് ബന്ധപ്പെട്ട് ജോലി ചെയ്തിരുന്ന 2 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. അതിനെ തുടർന്ന് ആലുവ മാർക്കറ്റിനെ ഒരു ക്ലസ്റ്റർ എന്ന നിലയിൽ പരിഗണിക്കുകയും രോഗം പടരാതിരിക്കാനുള്ള അടിയന്തര നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. രോഗബാധയുള്ള വാർഡുകൾ കണ്ടെയ്ൻമെൻറ്റ് സോണുകളായി പ്രഖ്യാപിച്ചു. ഏറ്റവും അടുത്ത എല്ലാ പ്രൈമറി കോൺടാക്റ്റുകളിലും ടെസ്റ്റ് നടത്തുകയും അതിനായി 3 മൊബൈൽ സ്വാബ് കളക്ഷൻ ടീമുകളെ നിയോഗിക്കുകയും ചെയ്തു. 448 സാമ്പിളുകൾ ശേഖരിച്ചു. അതിൽ 24 പോസിറ്റീവ് കേസുകൾ കണ്ടെത്താനായി. തൃശ്ശൂരിൽ ഇന്ന് രോഗബാധ 29 പേർക്കാണ്. മുളങ്കുന്നത്തുകാവ് കില ESI ആശുപത്രി, കൊരട്ടി ത്വക്ക് ആശുപത്രി ഇവയെല്ലാം ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററായി നിശ്ചയിച്ചിട്ടുണ്ട്. നാട്ടികയിൽ MA യൂസഫ് അലിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം സെക്കൻഡ് ലെയർ ട്രീറ്റ്മെൻറ്റ് സെൻ്ററാക്കാൻ വിട്ടു നൽകിയിട്ടുണ്ട്. ഇവിടെ 1000 ബെഡ് തയ്യാറാക്കും. മാർക്കറ്റുകളിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തൃശ്ശൂർ സിറ്റി പോലീസ് ഓപ്പറേഷൻ ഷീൽഡ് ദൗത്യം ഏറ്റെടുത്ത് നടപ്പാക്കി വരുന്നുണ്ട്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വൈറോളജി ലാബ് പ്രവർത്തിക്കുന്നത് കൂടാതെ 2 നെഗറ്റീവ് പ്രഷർ ഓപ്പറേഷൻ തിയേറ്ററുകൾ സജ്ജമാക്കുകയും പ്ലാസ്മ ചികിത്സ ആരംഭിക്കുകയും ചെയ്തു. ഇന്ന് കണ്ണൂരിൽ 19 പേർക്കാണ് രോഗബാധ. കോവിഡ് ചികിത്സക്ക് കൂടുതൽ സംവിധാനമൊരുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ആദ്യത്തെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററായി പരിയാരം ആയുർവേദ ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചു. എല്ലാ മാർക്കറ്റുകളിലും ലോറി ജീവനക്കാർക്ക് വിശ്രമ സൗകര്യം ഒരുക്കുന്നുണ്ട്. കണ്ണൂർ മിംസ് ആശുപത്രിയെ കോവിഡ് ചികിത്സാ കേന്ദ്രമായി പ്രഖ്യാപിച്ചു. ഇന്ന് കാസർഗോഡ് 18 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതിൽ 7 പേർക്ക്
സമ്പർക്കം മൂലമാണ്. അതിലെ 2 പേർക്ക് എവിടെ നിന്ന് ബാധിച്ചു എന്ന് വ്യക്തമായിട്ടില്ല. സംസ്ഥാനത്ത് കോവിഡ് 3ാം ഘട്ട രോഗവ്യാപനം ആരംഭിച്ചതിനു ശേഷം ആദ്യമായി കാസർഗോഡ് ജില്ലയിൽ വെള്ളിയാഴ്ച 12 പേർക്ക് സമ്പർക്കത്തിലൂടെ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. 4 പച്ചക്കറി കടകളിൽ നിന്നും ഒരു പഴവിൽപ്പന കടയിൽ നിന്നുമാണ് ഇതിൽ 5 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. സമ്പർക്കത്തിലൂടെ രോഗവ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മാർക്കറ്റ് പ്രദേശങ്ങളിൽ ജൂലൈ 17 വരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാസർഗോഡ് നിന്ന് മംഗലാപുരത്ത് പോയി പച്ചക്കറി കൊണ്ടുവരുന്ന വാഹനങ്ങൾക്ക് പ്രത്യേകം പാസ് ഏർപ്പെടുത്തി. 540 പേരെ കിടത്തി ചികിത്സിക്കാവുന്ന ടാറ്റ കോവിഡ് ആശുപത്രിയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ചട്ടഞ്ചാലിനടുത്ത് പൂർത്തിയായി വരുന്ന ഈ ആശുപത്രിയുടെ നിർമ്മാണം ഈ മാസം കൊണ്ട് പൂർണ്ണതയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൊല്ലത്ത് ഇന്ന് 18 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. സമ്പർക്കം 7 പേരാണ്. ഉറവിടം വ്യക്തമാകാത്തത് 2 പേരാണ്. കൊല്ലം ജില്ലയിൽ മത്സ്യവില്പനക്കാരായ 3 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത് ആശങ്കയുണ്ടാക്കുന്നതാണ്. ഇവരിൽ നിന്നും സമ്പർക്കത്തിലൂടെ ഇവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ 15ഓളം പേർക്ക് രോഗബാധയുണ്ടായി. മത്സ്യവില്പന നടന്ന സ്ഥലം, വിൽപ്പനക്കാരുടെ വാസസ്ഥലം, ഇവിടങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തി വരുന്നുണ്ട്. ഇവരുമായി സമ്പർക്കത്തിൽ വന്നവരെ നിരീക്ഷണത്തിലാക്കി സംശയമുള്ളവരുടെ സ്രവ പരിശോധന നടത്തിവരുന്നു. ജില്ലയിൽ ഇന്നലെയാണ് വിദേശത്തു നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരേക്കാൾ സമ്പർക്ക രോഗികൾ എണ്ണത്തിൽ മുന്നിൽ വന്നത്. കോവിഡ് രോഗികളെ ചികിത്സിക്കുന്നതിന് നിലവിലുള്ള പാരിപ്പള്ളി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിന് പുറമെ വാളകം മേഴ്സി ഹോസ്പിറ്റൽ പ്രഥമ ചികിത്സക്കായി തയ്യാറാക്കി. മറ്റു കേന്ദ്രങ്ങളിലും കിടക്കകൾ സജ്ജമായി വരുന്നു. ഇന്ന് കോഴിക്കോട് 17 പേർക്കാണ് കോവിഡ് ബാധിച്ചത്. സമ്പർക്കത്തിലൂടെ 8 പേർക്ക്. ഇവിടെ കോഴിക്കോട് നഗരത്തിലെ വലിയങ്ങാടി, പാളയം, SM സ്ട്രീറ്റ്, സെൻട്രൽ മാർക്കറ്റ് ഇവ നിയന്ത്രിത മേഖലകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാഹനഗതാഗതത്തിനും പൊതുജനങ്ങളുടെ സഞ്ചാരത്തിനും ഇവിടങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോട്ടയത്ത് ഇന്ന് 15 പേർക്കാണ് രോഗം ബാധിച്ചത്. സമ്പർക്കം 4 പേര്. 2 കോവിഡ് ആശുപത്രികളിലും 3 പ്രാഥമിക പരിചരണ കേന്ദ്രങ്ങളിലുമാണ് രോഗികളെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. വയനാട് ഇന്ന് 11 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ആദിവാസി മേഖലകളിൽ നിരീക്ഷണത്തിനും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കുമായി പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി. ഹൈ റിസ്ക്, ലോ റിസ്ക് കോളനികളെ പ്രത്യേകം കണ്ടെത്തിയിട്ടുണ്ട്. കോളനിയിൽ
കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ റിസ്ക് ഫാക്ടർ പരിശോധിച്ച് ആവശ്യമെങ്കിൽ എല്ലാവരെയും ക്വാറന്റൈനിലേക്ക് മാറ്റുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇടുക്കിയിൽ ഇന്ന് 5 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ജില്ലയിൽ ദിനംപ്രതി കോവിഡ് കേസുകൾ കൂടി വരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇടുക്കി മെഡിക്കൽ കോളേജ്, തൊടുപുഴ ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ രോഗികളെ പ്രവേശിപ്പിക്കുന്നത്. കൂടുതൽ കേന്ദ്രങ്ങൾ തയ്യാറായി വരുന്നു. ഇതിനിടയിൽ കോവിഡ് പ്രതിരോധത്തെ തകർക്കാനുള്ള ശ്രമങ്ങളുണ്ടാകുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ പ്രത്യാഘാതം വലുതാകും എന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നും ചില കേന്ദ്രങ്ങളിൽ സുരക്ഷാ മുൻകരുതലുകളെയും നിയന്ത്രണങ്ങളെയും കൂട്ടാക്കാതെ സമരങ്ങൾ സംഘടിപ്പിക്കുന്നത് കണ്ടു. ഇത് എന്തിൻ്റെ പേരിലായാലും അനുവദിക്കാനാവില്ല. പ്രകൃതി ദുരന്തങ്ങളും മറ്റും വന്നപ്പോൾ മറ്റെല്ലാം മാറ്റിവെച്ച് പ്രതിരോധത്തിന് ഒന്നിച്ചിറങ്ങിയ അനുഭവമുള്ള നാടാണിത്. കോവിഡ് പ്രോട്ടോക്കോൾ ലംഘിച്ച് നടത്തുന്ന സമരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതും നേതൃത്വം നൽകുന്നതും കുറ്റകരമാണ് എന്ന് ബന്ധപ്പെട്ടവരെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. സമ്പർക്കം മുഖേനയുള്ള കേസുകൾ കൂടുകയാണ്. ആ സാഹചര്യത്തിൽ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാവണം. സാമൂഹ്യ അകലം കർശനമായി പാലിക്കാനാവണം. കൈകൾ ഇടയ്ക്കിടെ സോപ്പ് ഉപയോഗിച്ച് ശുചിയാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പൊതു ഇടങ്ങളിൽ മാസ്കിൻ്റെ ഉപയോഗം പ്രധാനപ്പെട്ടതാണ്. രോഗം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാതിരിക്കാൻ മാസ്കുകൾ സഹായിക്കുന്നുണ്ട്. കോവിഡ് രോഗബാധിതനായ ഒരാളും മറ്റൊരു വ്യക്തിയും മാസ്ക് ഇല്ലാതെ അടുത്തടുത്ത് വരുന്ന സാഹചര്യത്തിൽ രോഗം പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ രണ്ടാളുകളും മാസ്ക് ധരിച്ചുകൊണ്ടാണ് നിൽക്കുന്നതെങ്കിൽ രോഗം പകരാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ പൊതുസ്ഥലങ്ങളിൽ മാസ്കുകൾ നിർബന്ധമായും എല്ലാവരും ധരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം കാണേണ്ടത് മാസ്ക് ധരിച്ചതുകൊണ്ട് എല്ലാമായി എന്ന് കരുതരുത്. ശാരീരിക അകലം പാലിച്ചില്ലെങ്കിൽ മാസ്ക് ധരിച്ചതുകൊണ്ട് മാത്രം ഗുണമുണ്ടാകില്ല. ശാരീരിക അകലം പാലിക്കുക, കൈകൾ നിരന്തരം വൃത്തിയാക്കുക, മാസ്ക് ധരിക്കുക, ഈ 3 കാര്യങ്ങളും ഒരേ സമയം പാലിക്കണം. എങ്കിൽ മാത്രമേ ഈ രോഗത്തെ നമുക്ക് പ്രതിരോധിക്കാനാവൂ. നിരന്തരം ഇത് പറയുന്നത് നമ്മുടെ രോഗവ്യാപന തോത് കുറക്കാൻ ഇതേ മാർഗമുള്ളൂ എന്നതുകൊണ്ടാണ്. കോവിഡ് വൈറസ് ബാധിതരിൽ നല്ലൊരു ഭാഗം യാതൊരു ലക്ഷണങ്ങളും കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങളില്ലാത്തവരിൽ ടെസ്റ്റുകൾ പോസിറ്റീവാകുന്നത് ടെസ്റ്റിൻ്റെ ബലഹീനതയല്ല, മറിച്ച് ചെറിയ അണുബാധകൾ പോലും കണ്ടെത്താനുള്ള ടെസ്റ്റിൻ്റെ കഴിവായി വേണം കണക്കാക്കാൻ.
ലക്ഷണങ്ങളില്ലാത്തവരിൽ നിന്നും രോഗം പരക്കാമെന്നതും ഇത്തരത്തിൽ രോഗം പകർന്നു കിട്ടുന്നവരിൽ ഇത് ഗുരുതരമായ ലക്ഷണങ്ങൾ കാണിക്കാമെന്നതും വസ്തുതയാണ്. പ്രായേണ ആരോഗ്യമുള്ളവരിലൂടെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാതെ കോവിഡ് സംസ്ഥാനത്താകമാനം പറന്നു പിടിക്കുന്ന അവസ്ഥയുണ്ടായാൽ രോഗബാധ നിയന്ത്രിക്കുന്നതിന് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ രോഗബാധ ചില പ്രദേശങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ കഴിയുന്നത്ര രോഗികളെ ടെസ്റ്റ് ചെയ്ത് കണ്ടെത്തേണ്ടതുണ്ട്. അതത് പ്രദേശങ്ങളിലെ രോഗബാധ കഴിയുന്നത്ര നേരത്തെ നിയന്ത്രിക്കുന്നതിനും മറ്റു പ്രദേശങ്ങളിലേക്ക് പറന്നു പിടിക്കുന്നത് തടയുന്നതിനുമാണ് ഇത് ചെയ്യുന്നത്. വിദഗ്ധർ നിർദ്ദേശിക്കുന്ന ഏറ്റവും ശാസ്ത്രീയമായ മാർഗങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഉചിതമായ ടെസ്റ്റിംഗ് രീതികളാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിനോട് എല്ലാവരും പൂർണ്ണ മനസ്സോടെ സഹകരിക്കുകയാണ് വേണ്ടത്. കോവിഡ് പ്രതിരോധ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ലോക്കൽ പോലീസിൽ നിന്നും സ്പെഷ്യൽ യൂണിറ്റിൽ നിന്നും ധാരാളം പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട്. രോഗികൾ വർദ്ധിക്കുന്നത് മൂലവും ഭൂപ്രകൃതിയുടെ പ്രത്യേകത കൊണ്ടും ചില ജില്ലകളിൽ പോലീസിൻ്റെ ജോലിഭാരം വല്ലാതെ ഏറിയിട്ടുണ്ട്. പല സ്ഥലത്തും മണിക്കൂറുകളോളം പോലീസുകാർ തുടർച്ചയായി ജോലി ചെയ്യേണ്ടി വരുന്നു. ദൂരസ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് യഥാസമയം ജോലിക്കെത്താൻ കഴിയാതെ വരുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ദിവസം കുറഞ്ഞത് 2 ഷിഫ്റ്റുകളിലായി ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നതാവും ഉചിതമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ നൽകിയ നിർദ്ദേശമാണിത്. കുറേ സ്ഥലങ്ങളിൽ നടപ്പാക്കപ്പെട്ടതുമാണ്. സ്പെഷ്യൽ യൂണിറ്റിൽ നിന്ന് നിയോഗിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ അവരുടെ താമസ സ്ഥലത്തിനടുത്തുള്ള പ്രദേശത്ത് നിയോഗിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. പോലീസിലെ സ്റ്റേറ്റ് വെൽഫെയർ ഓഫീസറും ADGPയുമായ കെ പത്മകുമാർ എല്ലാ ജില്ലകളും സന്ദർശിച്ച് പോലീസുകാരുടെ ക്ഷേമം സംബന്ധിച്ച റിപ്പോർട്ട് ദിവസേന സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. പോലീസുകാർക്ക് ആവശ്യത്തിന് ആരോഗ്യ സുരക്ഷാ ഉപകരണങ്ങൾ ലഭ്യമാക്കും. കുടിവെള്ളവും ഭക്ഷണവും ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കും. പോലീസുകാരെ നിയോഗിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ മുതിർന്ന പോലീസ് ഓഫീസർമാർ സന്ദർശിക്കും. അവരുടെ ക്ഷേമം അന്വേഷിക്കും. ഇനിയൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോടാണ് പറയാനുള്ളത്. ഇന്ന് ഒരു പ്രധാന പത്രം ഒരു വ്യാജ വാർത്ത നൽകിയത് ശ്രദ്ധയിൽപ്പെട്ടു. പൂന്തുറ പ്രദേശം ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെൻറ്റ് സോണായി മാറിയ ഘട്ടത്തിൽ ചില കുൽസിത ശക്തികൾ അഭ്യൂഹങ്ങൾ പരത്തി ജനങ്ങളെ തെരുവിലിറക്കിയത് ഇന്നലെ നാം കണ്ടതാണ്. ആ പ്രദേശത്തെ ജനങ്ങളെ ബോധവൽക്കരിച്ച് ഈ മഹാമാരിയിൽ നിന്ന് രക്ഷ നേടാനുള്ള
മാതൃകാപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സന്നദ്ധ പ്രവർത്തകരും അവിടെയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഒരു മാധ്യമം ചിത്രം സഹിതം പ്രസിദ്ധീകരിച്ച വാർത്ത ഇത്തരം പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാനും സ്വോദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന ഇത്തരം പ്രവർത്തകരെ മോശക്കാരായി ചിത്രീകരിക്കാനുമാണ്. ആ വ്യാജ ചിത്രത്തിലുള്ളത് ഇടതുപക്ഷ പ്രവർത്തകരായ ബേലിദാസും ബേബി മാത്യുവുമാണ്. വിശ്വാസികളായ പ്രദേശവാസികൾ പുരോഹിതന്മാരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നവരാണ്. ജനങ്ങൾ തെരുവിലിറങ്ങിയപ്പോൾ സ്വാഭാവികമായും അവരെ സമാധാനിപ്പിക്കാൻ, സത്യാവസ്ഥ ബോധിപ്പിക്കാൻ, സാമൂഹ്യ വ്യാപനത്തിനിടയാകാതെ പിന്തിരിപ്പിക്കാൻ സർക്കാർ സാധ്യമായ രീതിയിലെല്ലാം നാട്ടുകാരെ സമീപിച്ചു. അതിനായി പുരോഹിതന്മാരുടെയും പ്രാദേശിക നേതാക്കളുടെയും സഹായവും തേടി. അപ്പോൾ അവിടെ നിന്നെടുത്ത ദൃശ്യങ്ങളിൽ നിന്ന് പുരോഹിതന്മാരെയും പോലീസിനെയും അടർത്തി മാറ്റി. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ജനങ്ങളെ തെരുവിലിറക്കിയത് സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്നവരാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് അത് മാധ്യമ നൈതികതയല്ല. കോവിഡ് ഭീതിയിലല്ലാതായാൽ പോലും, അല്ലാത്ത ഘട്ടത്തിലായാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. തീരദേശത്ത് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട അവസ്ഥ വന്നത് ആരുടെയും കുറ്റം കൊണ്ടല്ല, ആളുകൾ തമ്മിൽ കൂടുതൽ ഇടപഴകുന്ന അവസ്ഥ അവിടെ ഉള്ളതുകൊണ്ടാണ്. അത്തരമൊരവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെയുള്ള ഇടപെടലുകളാണ് അവിടെ ആവശ്യം. ദൈനംദിനം കടലിൽ പോയി ജീവനോപാധി കണ്ടെത്തുന്ന നമ്മുടെ സഹോദരങ്ങൾ കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം വിഷമിക്കുകയാണ്. അവർക്ക് ആകാവുന്ന സഹായങ്ങളെല്ലാം നൽകേണ്ട ഘട്ടവുമാണിത്. കേരളം മഹാപ്രളയം നേരിട്ടപ്പോൾ എല്ലാം മറന്ന് നമ്മുടെ സ്വന്തം സൈന്യമായി രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയവരാണ് തീരദേശത്ത് ഇന്ന് ദുരിതം അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവുന്നതെല്ലാം സർക്കാർ ചെയ്യുന്നത്. ഇങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ആ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുകയാണ് മാധ്യമങ്ങളുടെയും എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും സാമൂഹ്യ സംഘടനകളുടെയും കടമ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. അവർക്ക് നമ്മുടെ യോജിച്ച പിന്തുണ നൽകിയേ തീരും. ഇന്ന് മാസ്ക് ധരിക്കാത്ത 5274 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്വാറന്റൈൻ ലംഘിച്ച 14 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് ഇന്ന് പങ്കിടാനുള്ള വിവരങ്ങൾ.